ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലോക് അനുമോളെ ബാലൻ്റെ മുന്നിൽ വെച്ച് ശരിക്കും നാണം കെടുത്താൻ കേട്ടോ. അവിടെ പോയി കടല മുട്ടായി വാങ്ങിക്കാൻ പറഞ്ഞതും പോരാഞ്ഞിട്ട് കാശും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതിലുപരി വാങ്ങിച്ച കടല മുട്ടായി തിരികെ കൊടുക്കാനും കൂടെ അലോക് പറയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ഇവിടുത്തെ കൊള്ളത്തില്ല, പഴയ സാധനങ്ങളാണെന്ന്. ദേവിക്ക് ദേഷ്യം വരാണ്. ദേവി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, ആ കടലമുട്ടായി ഇങ്ങ് തന്നേരെ. എന്നിട്ട് നീ കൂടുതൽ ഷോയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടാടാ. പിന്നെ ചില മഴയത്തെ ചില നീർക്കോലികൾ തലപൊക്കും. അതിൻ്റെയൊക്കെ വിചാരം രാജവെമ്പാലയാണെന്നാ. അങ്ങനെ നീ അങ്ങ് വിചാരിക്കണ്ട കേട്ടാ. നീർക്കോലി എന്നും നീർക്കോലി തന്നെ. ഉടനെ അത് കേൾക്കുമ്പോൾ അലോക് പറയാം, നീർക്കോലി കടിച്ചാലും ഒരു നേരത്തെ അന്നം മുടങ്ങും, അതറിയോ. അപ്പോൾ ധർമ്മന് ദേഷ്യം വരികയാണ്. എടാ മതി നീ അഹങ്കാരം കാണിച്ചത്, നിർത്തിക്കോ. നിർത്താനൊന്നും പോകുന്നില്ല കൊച്ചച്ച, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവളെ ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവളോട് എന്ത് ചെയ്യാനും. അതുകൊണ്ട് നിങ്ങളാരും എന്നെ ഭരിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. അടാ നീ ഒരു കാര്യം ചെയ്യ്, നല്ല കടലമുട്ടായി പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള കട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വാങ്ങിക്കേട്ടാ എന്നും പറയാണ്. അപ്പം തന്നെ അലോകിനും ദേഷ്യം വന്നിട്ട് അലോക് നാണം കെട്ട് പോയി. അപ്പോൾ എല്ലാവരുടെ മുന്നിലും അനുമോളുടെ പേർത്ത് വേണ്ടേ അത് തീർക്കാൻ. ഇങ്ങോട്ട് വാടി, നിന്നോടല്ലേടി പറഞ്ഞത് എൻ്റെ കൂടെ വരാനെന്നും പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ബാലനൊരു വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അനുമോളെ ജീവനെ പോലെ വളർത്തിയെടുത്തല്ലേ അലോകിൻ്റെ അഹങ്കാരം. അങ്ങനെ കുറച്ച് ദൂരം നടന്നു പോകുമ്പോൾ അലോക് ഉറച്ചൊരു ചിരിച്ചിരിച്ചിട്ട് പറയാ, ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അയാളുടെ അഹങ്കാരം ഞാൻ അങ്ങ് തീർത്തു കൊടുത്തു. ആരുടെ? നിൻ്റെ അച്ഛൻ്റെ തന്നെടി. അങ്ങേരെ അവിടെ വാലും ചുരുട്ടി ഇരിക്കുന്ന കണ്ടില്ലേ. പിന്നെ അലോക് നീ കാണിക്കുന്നതേ ഇതൊന്നും ശരിയല്ല. ഇതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. എന്ത് കിട്ടാനാടി? നിൻ്റെ കഴുത്തിലെ ഈ താലി നീ സ്വയം എടുത്തങ്ങ് കെട്ടിയതല്ലേ. അതോടുകൂടി നിൻ്റെ ഭാവിയും തൊലഞ്ഞു, നിൻ്റെ ശനി ദശ തുടങ്ങി, എൻ്റെ നല്ല കാലം തുടങ്ങി. ബാലനെ, ഗോമതി സ്റ്റോർ ബാലൻ, അങ്ങേരെ നാണം കെടുത്താൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ ചെയ്യൂടി. മോളെ അയാളുടെ മുമ്പിലിട്ട് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അയാൾ ഉരുകി വിയർത്തി ഇരിക്കുന്നത് കണ്ടില്ലേ. ദേ അലോകെ, നിൻ്റെ നാശത്തിനുള്ള പരിപാടിയാണ് നീ കാണിക്കുന്നത്. എന്ത് നാശം? ഒരു നാശമില്ല. എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോൾ. പിന്നെ നിനക്കാണ് നാശം വന്നു തുടങ്ങിയത്. ദേ നിൻ്റെ അഹങ്കാരമൊന്നും നീ കാണിക്കരുത്. എല്ലാം ഒറ്റയടിക്ക് തീരുമോ, അതിന് വേണ്ടിയിട്ടാണ് നീ കാണിക്കുന്നത്. പിന്നെ നിന്നെ എല്ലാം കൂടി ഞാൻ കുഴിയിലാക്കും എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴാണ് അലോക് പറഞ്ഞത്, എന്നെ നീ കുഴിയിലാക്കോ? അന്നേരം നിന്നെയും കൊണ്ടേ ഞാൻ കുഴി ചാടുകൂടി. അങ്ങനെ ചാടുമെങ്കിലേ ഒരു ഏണിയും കൊണ്ടായിരിക്കോടാ ഞാനും ചാടുന്നത്. നിന്നെ ആ കുഴിക്കത്തിട്ട് കുഴിച്ച് മൂട്ടിയിട്ടേ ആ ഏണി കൂടി ചാടിക്കയറി ഞാൻ പുറത്ത് വരും. പിന്നെ ആണോടി കാണിച്ച് തരാളിയെന്നും പറഞ്ഞ് ആ റോഡിൽ വെച്ച് അനുമോളുടെ കയ്യെ കയറി ഇറുക്കി പിടിക്കുകയും അടിക്കാൻ ഓങ്ങുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഒരു പോലീസുകാരനത് കാണാം കേട്ടോ. അങ്ങനെ അയാൾ അങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഇവരെ ഷോ ആണെങ്കിൽ അയ്യോ മോളെ, എന്താ നിനക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മാറ്റി പറയാം. അപ്പോൾ ആദ്യം പോലീസുകാരനൊന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പിന്നെ അയാൾ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ കുറേ എണ്ണം ഉണ്ടല്ലോ ഇതേപോലെ യൂട്യൂബ് ചാനലെന്നും പറഞ്ഞുകൊണ്ട് ഷോ കാണിക്കാനായിട്ട് റോഡിലിറങ്ങി. അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് പോകാൻ പോണതും അനുമോള്, സാറേ ഒന്നിങ്ങി വരുമോ, എന്താന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയണ്ട്, ഇയാളെ എൻ്റെ ഭർത്താവാണ്, പക്ഷേ എന്നെ റോഡിലിട്ട് ഉപദ്രവിക്കാമെന്ന് പറയാം കേട്ടോ. ആഹാ, അത് കൊള്ളാലടാ. നീ അവളുടെ ഭർത്താവാണോ? എന്നിട്ടാണോ നീ അവളെ ഉപദ്രവിക്കുന്നത്? ആ കൊച്ചിനെ നല്ല രീതിയിൽ നോക്കേണ്ടത് നിൻ്റെ കടമയല്ലേ. ഇങ്ങനെയൊക്കെ പെൺകുട്ടികളെ ഉപദ്രവിച്ചാലേ ശിക്ഷ എത്രയാണെന്ന് നിനക്കറിയാലോ. അത് വേണോ നിനക്ക്? ഞാൻ പിടിച്ചു കൊണ്ടുപോട്ടെ, FIR ഇട്ട് കേസ് ഫയൽ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അലോകൊന്ന് ഞെട്ടാണ് കേട്ടോ. ലോക് പറയില്ല സാർ, അത് എന്താ ഇനി മേലിൽ ഈ കൊച്ചിനെ വേദനിപ്പിക്കുകയോ വഴക്ക് പറയുകയോ ഇതുപോലെ അടിക്കാൻ കഴിയുമോ ചെയ്താലുണ്ടല്ലോ മോളെ, നീ അപ്പം തന്നെ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞേക്കണം. പറഞ്ഞു കേട്ടോ. ശരി. അതിന് ഒരു മടിയും കാണിക്കണ്ട. ഇവൻ നിന്നെ ഉപദ്രവിക്കുകയോ മോശം വാക്കുകൾ പറയുകയോ എന്തെങ്കിലും ചെയ്താൽ അപ്പം പറഞ്ഞേക്കണം. ശരി, ഓക്കെ സാർ എന്ന് പറയാം കേട്ടോ. അതോടുകൂടി അലോക് പെട്ടുപോയി. അങ്ങനെ അനുമോള് വിജയിച്ചതുപോലെ ഒരു ചിരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവരവിടുന്ന് പോവാണ്. ഇതിനിടയ്ക്ക് ഗോമതിയോട് ദേവി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അമ്മേ അറിഞ്ഞോ, നമ്മുടെ അനുമോളുടെ റിസൾട്ട് വന്നു, 95% മാർക്കുണ്ട്. അതൊക്കെ ഞാൻ എന്തിനാടി അറിയുന്നത്? എനിക്ക് അവളുടെ കാര്യമേ അറിയണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അമ്മേ ദേ ജാട കാണിക്കല്ലേ, അമ്മയ്ക്ക് അറിയണമെന്നൊക്കെ ഉണ്ട്. എന്നിട്ടാണ് പിന്നൊരു കാര്യം, അവളിവിടെ വന്നിരുന്നു. എന്തിന്? അവളെന്തിനാ വന്നേന്നോ? ഇവിടെ വന്നേ കടലമുട്ടായിയൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുമാത്രമല്ല, അവൾ വന്നപ്പോഴാണ് നമ്മൾ അറിയണത് റിസൾട്ട് വന്നൊന്നും ഇത്രയും മാർക്കുണ്ടെന്നൊക്കെ. അത് ശരി. അപ്പോൾ അങ്ങനെയും വന്നല്ല അവൾ. എനിക്ക് അവളുടെ കാര്യമൊന്നും കേൾക്കേണ്ട ദേവി, നീ ഫോണ് വെക്കുക എന്നിങ്ങനെ പറയാട്ടോ. അത് കഴിയുമ്പോഴാണ് ആര്യനും മിത്രയും കൂടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ നമ്മുടെ ഗോമതിയുടെ മുഖം വല്ലാതിരിക്കുമ്പോൾ
മിത്ര ചോദിക്കുന്നുണ്ട്. എന്താ എന്താ അപ്പച്ചി വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. എന്നാൽ അപ്പച്ചിക്ക് ഒരു സന്തോഷ വാർത്ത ഞാൻ തരട്ടെ. എന്ത്? ആ അതെ, നമ്മുടെ അനുമോളെ റിസൾട്ട് വന്നു. അവൾ 95% മാർക്കോട് കൂടി പാസ്സായി. ഓ അത്രയേ ഉള്ളൂ. എന്തേ നേരത്തെ അറിഞ്ഞോ? ഇന്ന് അത് ശരി. പിന്നെ അപ്പോഴാണ് ആര്യന് ദേഷ്യം വന്നിട്ട് പറയും, അവനെ ഞാൻ വെറുതെ വച്ചിക്കില്ല, അവനെ ഞാൻ കൊടുക്കാനുള്ള കൊടുക്കും. എന്താണ് കാര്യം? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ അലോക് അവൻ്റെ കാര്യമാണ്. അവനെ നീ എന്തിനാ കണ്ടത്? അവനും അവളും കൂടെ അവിടെ വന്നിരുന്നു ഞങ്ങൾ നിൽക്കുന്നിടത്ത്. എന്നിട്ടൊരു ഷോ. അവളോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് കണ്ടോ അമ്മ? കണ്ടില്ലല്ലോ. എനിക്ക് എങ്ങനെ വന്നു എന്നറിയാമോ? അവളെ അവൻ ശരിക്കും ടോർച്ചർ ചെയ്യാണ്. എടാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവളും കുറച്ച് അനുഭവിക്കട്ടെ. അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, ഞങ്ങളെ എല്ലാവരെയും വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ അവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടല്ലേ അവൾ പോയത്. ഇനി നമ്മളിതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല ആര്യ. നീ മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഇതിപ്പോൾ അവൻ അവളുടെ ഭർത്താവായി കഴിഞ്ഞില്ലേ, ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൾക്കും അത് തന്നെയാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് പ്രശ്നങ്ങൾക്കൊന്നും പോവരുത്. അവരെ പാടായെന്ന് പറഞ്ഞ് ജീവിച്ച് തീർക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്നിങ്ങനെ പറയട്ടെ. എന്നാലും ഗോമതിയുടെ മനസ്സിൽ സന്തോഷമുണ്ട്. അനുമോൾ ഇത്രയും നല്ല മാർക്കോടുകൂടി പാസ്സായില്ലേ. പെട്ടെന്ന് തന്നെ നല്ലൊരു പായസമൊക്കെ വെച്ചിട്ട് അമ്മയെ വിളിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്താടി പെട്ടെന്ന് ഇങ്ങനെ ഒരു പായസം, വിശേഷം എന്താ? അത് മീനുവിൻ്റെ ബർത്ത്ഡേ. മീനുവിൻ്റെ ബർത്ത്ഡേയോ? അങ്ങനെ വരാൻ പറ്റില്ല. അത് മീനത്തിലോ അങ്ങോട്ട് എങ്ങാണ്ട് അല്ലേ? ഇപ്പോഴൊന്നും വരാൻ വഴിയില്ലല്ലോ. അത് ബർത്ത്ഡേയാ. ഇതങ്ങനെയല്ല. ഇത് ജനിച്ച നാൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് തന്നെയാണ് വരുന്നത്. എടി കള്ളി, നീ എന്നോട് കള്ളത്തരമൊന്നും പറയണ്ട. നിൻ്റെ അമ്മയല്ലേ ഞാൻ. നിൻ്റെ മനസ്സറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ എന്താ വിശേഷം നീ പറയണ്ട. പക്ഷേ ഇവിടെയും എനിക്കൊരു വിശേഷമുണ്ട്. ഞാനും പായസം വെക്കണമെന്ന് വിചാരിച്ചതാ. എന്ത് വിശേഷം? ഇവിടെ എൻ്റെ കൊച്ചുമോൾ അനുമോളെ, അവൾ നല്ല മാർക്കോടെ പാസ്സായി. 95% മാർക്കുണ്ട്. ഓ പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട. ഇടി നിൻ്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ട്. ഇത് വിജയത്തിൻ്റെ പായസമാണെന്ന് എനിക്കും അറിയാം. എന്നിട്ട് കള്ളം പറയാട്ടെ നീ എന്നോട്? അമ്മേ മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ അവൾ ഇവിടുന്ന് ചാടിപ്പോയതല്ലേ അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് പായസമൊന്നും ഉണ്ടാക്കിയതല്ല. എന്നോട് കള്ളമൊന്നും പറയണ്ട. എനിക്ക് നിൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും എന്ന് അമ്മ ഇങ്ങനെ പറയാട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മയാണെങ്കിൽ പായസമൊക്കെ കൊണ്ട് നേരെ അകത്ത് കൊണ്ടുപോയിട്ട് അനുമോളെ വിളിക്കുക കേട്ടോ. അനുമോള് റൂമിനകത്ത് ഫോണിൽ എന്തൊക്കെയോ കണ്ട് ചിരിച്ച് രസിച്ചിരിക്കുമ്പോഴാണ് മുത്തശ്ശി വരുന്നത്. എന്താ മുത്തശ്ശി? മോളെ ഇന്നാ കുറച്ച് പായസോ? എന്താ വിശേഷം? ഇന്നിവിടെ ചെറിയ വിശേഷമുണ്ട്. അതാ ഞാൻ ചോദിച്ചത് എന്താന്ന്. നീ ഇത് കുടിക്കുക. ഇന്നിപ്പം നീ നല്ല മാർക്കോട് കൂടി വിജയിച്ചതല്ലേ. ഇവിടെ ഞാൻ പായസം വെക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചതാ. കഴിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾക്ക് ഗോമതിയുടെ പായസം വെക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുകയാണ്. അപ്പോഴാണ് ഇത് അമ്മ വെക്കുന്ന പോലുണ്ട്. അമ്മ ചില ചേരുവകളും കൂട്ടുകളൊക്കെ ചേർത്ത് പായസം വെക്കും. നല്ല ടേസ്റ്റാണ് മുത്തശ്ശി. അതുപോലെ തന്നെയുണ്ട്. മുത്തശ്ശിയുടെ കൈപ്പുണ്യം തന്നെ അമ്മയ്ക്കും കിട്ടിയെന്നാണ് തോന്നുന്നത്. അവസാനം മുത്തശ്ശി പറഞ്ഞെടി, നിൻ്റെ അമ്മ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. ആണോ? അതെ. നിൻ്റെ അമ്മ എത്രയൊക്കെയായാലും നിന്നെ വെറുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ സന്തോഷം അറിഞ്ഞപ്പോൾ അവൾ തന്നതാ. ഇത് നീ കഴിക്കണം. കുഴപ്പമില്ല മോളെ. ഞാനൊരു കാര്യം പറയട്ടെ. നിൻ്റെ അമ്മയുടെ കൈപ്പുണ്യവും ടേസ്റ്റും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായല്ലേ. പക്ഷേ അവളുടെ മനസ്സ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മുത്തശ്ശി അത് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അവർ ഉള്ളിൽ വേദന സഹിച്ച് എല്ലാം സഹിക്കും. എന്നിട്ട് അവർക്ക് ക്ഷമ കൊടുക്കും. അതുപോലെ നിന്നോടും അവൾക്ക് ക്ഷമിക്കാനാവും. ആ സ്നേഹം അവളുടെ ഉള്ളിൽ നിറച്ചുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. ആ അമ്മയോട് നീ ചെയ്തത് തെറ്റല്ലേ മോളെ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ? കല്യാണത്തലേന്ന് ഇവിടെ ഇറങ്ങി വന്നത് അതും അലോകിനെ പോലെ ഒരുത്തൻ്റെ കൂടെ എന്തിനായിരുന്നു? മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. അതൊക്കെ പറ്റിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്. സാരമില്ല പോട്ടെ. കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല. മോൾ ഇതൊക്കെ മനസ്സിലാക്കണം. എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന്. ഇപ്പം എന്തായാലും കാണണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളെ കാണാം. ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിലും വേദനയിലും ഒക്കെ മനസ്സ് തകർന്നിരിക്കുമല്ലേ. ഇനിയിപ്പോൾ ചെന്ന് സംസാരിച്ചാലും അതൊന്നും ശരിയാവില്ല മോളെ. സാവധാനം മനസ്സൊക്കെ തണുക്കുമ്പോൾ നമുക്ക് പോയി കാണാം, സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് അനുമോളെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. കടയിൽ ഉച്ചയ്ക്ക് ഊണ സമയം ആകുമ്പോഴത്തേക്കിനും കഴിക്കാൻ പോകുന്നില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ ദേവി വന്ന് ബാലച്ചനോട്. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ ധർമ്മനോട് ചോദിക്കണം. ധർമ്മനും പറഞ്ഞിട്ട് ഞാനൊന്നും കഴിക്കുന്നില്ല. അതെന്താ കാര്യം? അച്ഛൻ ഇവിടെ അളിയൻ 2 ദിവസമായി ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാറേ ഇല്ല. പിന്നെ ഞാനെന്തിനാ കഴിക്കണം? അതുകൊണ്ടാണ് ഞാനും കഴിക്കാത്തത്. അതെന്താ? നിങ്ങളെന്താ സമരമോ? അപ്പോഴാണ് നമ്മുടെ രാമേട്ടൻ പറയുക, നിങ്ങൾ അറിഞ്ഞില്ലേ കാര്യം? ഭയങ്കര സങ്കടത്തിലാണല്ലോ ഇപ്പം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമേ കഴിക്കാറില്ല. തോന്നിയ വഴി തന്നെ. ആണോ ബാലച്ച? ഇങ്ങനെ പറ്റില്ല. എന്നാൽ പിന്നെ വാ, ഞാൻ ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാം.
ഇല്ല മോളെ, അത് കുറച്ചല്ലേ കൊണ്ടുവന്നുള്ളത്, അത് മോള് കഴിച്ചാൽ മതി. ഇല്ല, അച്ഛൻ ഞങ്ങളെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, അച്ഛനാണ് ദേവാമംഗലത്തിന് നെടുന്തൂണ്. അച്ഛൻ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താവും? അതുകൊണ്ട് എല്ലാം പറഞ്ഞ് കുറച്ചുകൂടി സ്ട്രെയിൻ ആവണം അച്ഛാ, ഇങ്ങനെ ആവരുത്. നമുക്ക് അച്ഛന് വേണം, പഴയ ആ ഒരു അച്ഛനായിട്ട് തന്നെ തിരിച്ചു വരണം. അച്ഛൻ വാ, നമുക്ക് കഴിക്കാം. സാരമില്ല മോളെ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇല്ല, അച്ഛൻ വീട്ടിൽ പോവില്ല, എനിക്കറിയാം. ഞാൻ പൊക്കോളാം. സത്യമായിട്ടും വീട്ടിൽ പോയി ഗോമതിയോട് പറഞ്ഞ് ഞാൻ കഴിക്കാം, ഉറപ്പായിട്ടും കഴിക്കാം. ശരി ധർമ്മ, ഞാൻ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് വരാൻ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ ദേവിയുടെ വാക്കുകളൊക്കെ കേൾക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്